അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ ബാർബിക്യൂ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ലോക്ക്ഡൗൺ കാരണം നമുക്ക് പുറത്തൊന്നും പോയി ബാർബിക്യൂ ഒന്നും കഴിക്കാൻ പറ്റാത്തത് കാരണം ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് ബാർബിക്യൂ സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മക്കളും മസ്സും എല്ലാം ഉള്ളത് കാരണം അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത കാരണം ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ബാർബിക്യൂ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കിപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ രാവിലെ ബീച്ചിലൊക്കെ പോയപ്പോൾ നല്ല ഫ്രഷായിട്ട് അവിടെ നിന്ന് ഒരു 4.5 കിലോ വെയിറ്റുള്ളൊരു അമൂർ മീനിനെ കിട്ടി. അപ്പം അതിങ്ങ് വാങ്ങിച്ചിട്ട് വന്ന് അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. മീൻ ക്ലീൻ ചെയ്ത് ഇതുപോലെ നല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പം ഇതിനുള്ള മസാല എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മേലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ പെപ്പറാണ് ഞാനിവിടെ ചതക്കുന്നത്. അത് ഇതുപോലെ നന്നായി ചതച്ചതിന് ശേഷം മീനിൻ്റെ മേലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല ഉള്ള പിടിക്കുന്ന പോലെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ തലൻ്റെ ഉള്ള ഇതുപോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത് 1 കപ്പ് കറുവേപ്പില ഫ്രൈ ചെയ്തതും കുറച്ച് പുളിൻ്റെ ഇലയും കുറച്ച് മാവിൻ്റെ ഇലയും കുറച്ച് ലെമൻ്റെ ഇലയും പച്ചമുളകും ചെറിയ ഉള്ളിയും 1/2 ലെമനുമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ അരച്ചിട്ടുണ്ട്. ഈ അരച്ചതിന് ഇത് ഫിഷിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മസാല നന്നായിട്ട് ഉള്ള പിടിക്കണം. തിരിച്ച് വെച്ചിട്ട് അതേപോലെ തിരിച്ചും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലെ ഞാൻ ലെമൺ പിഴിയുന്നു. പോകും ഇതുപോലെ 2 സൈഡും ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ക്യാപ്സിക്കം, ഓണിയൻ, തക്കാളി അതൊക്കെ മേലെ വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്. ഇതുപോലെ നന്നായി വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ച് കൊടുത്ത് നമുക്ക് ലാസ്റ്റ് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇതൊക്കെ വെച്ച് കൊടുത്താൽ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മേലെ വാഴയില വെച്ച് മൂടിയിട്ട് നന്നായി ക്ലോസ് ചെയ്തിട്ട് നല്ല പാക്കിംഗ് ആക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. ഇത് ചെറിയ ഫിഷാണെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ഞാനിവിടെ ബാർബിക്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇത് ഫോയിലും വെച്ച് ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈവനിങ് ആയിട്ടുണ്ട്. ഞാനിതൊരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് ശേഷം 6-7 മണിയായില്ലേ നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ. അതിൻ്റെ കൂടെ സ്നാക്സും ഡ്രൈ ഫ്രൂട്ട്സും കട്ടൻ ചായയും ഇതൊക്കെ വെച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴ വരുന്ന ഒരു സ്റ്റേജിലാണ് ഉണ്ടായത് ആ സമയം. അപ്പം ഫിഷ് ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞു. അടുത്ത സൈഡ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മക്കളെല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കാരണം ഓരോരാൾ നിസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് ഓരോരാൾ നിസ്കരിക്കാനും അങ്ങനെയൊക്കെ പോയി വന്നു.
ഇപ്പോൾ ഇവിടെ ഏകദേശം അപ്പുറത്തെ സൈഡൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. മഴ വരുന്ന ഒരു സിറ്റുവേഷനിലുണ്ട്. മക്കൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ 17 വില്ലേനും ഉള്ളത്. അപ്പം ഇതിൻ്റെ പുകയും ഇതിൻ്റെ സ്മെല്ലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ അപ്പുറത്തുനിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഫിഷൊക്കെ റെഡിയായി അതൊക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പം ചൂടോടെ വാഴയില ഞാൻ കഴിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ബാർബിക്യൂ ആണ്. എന്തായാലും നിങ്ങളൊക്കെ ഇതെന്തായാലും ട്രൈ ചെയ്യണം. 5 മിനിറ്റിൽ 4.5 കിലോ മീനിൻ്റെ ഫുൾ ഗാലിയാണ്. അതൊക്കെ 5 മിനിറ്റിൽ 4 ആളെ കഴിച്ചിട്ടുള്ളൂ. 5 മിനിറ്റിൽ അതിൻ്റെ സലാമ് തായിനത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി, ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.